ാണ് പ്രശ്നങ്ങളെ കൈവിട്ടു പോകുന്ന വിധത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നമാക്കി മാറ്റിയതെന്നാണ് റിപ്പോർട്ടുള്ളത്. അങ്ങനെ ഒരു വിമർശനം നിങ്ങൾക്ക് നേരെയുണ്ട്. എന്താണ് മറുപടി? മനഃപൂർവ്വം ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ ഒരു അക്രമ സമരം നടത്തി എന്ന് ആരോപിക്കുന്നതിൽ തികച്ചും യാതൊരു യുക്തിയില്ലാത്തൊരു ആരോപണമാണ്. കാരണം ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരങ്ങൾ കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ട് നടന്നിട്ടുണ്ട്. അണ്ണാ ഹസാരെയെ തിഹാർ ജയിലിൽ അടച്ച സമയത്ത് 4 ലക്ഷത്തോളം ആളുകൾ തെരുവിലിറങ്ങിയ അന്നൊന്നും ഇതേപോലുള്ള അക്രമ സമരങ്ങൾ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ നടത്തിയിട്ടില്ല. പിന്നെ ഇന്നലെ നടന്ന ഈ റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട സമരം PC വിശ്വനാഥനെ പോലത്തെ ഒരു ലീഡർ അങ്ങനെ പറഞ്ഞതിൽ സന്തോഷമുണ്ട്. കാര്യം അരാഷ്ട്രീയമായി അത് കാണുന്നില്ലെന്നും അതൊരു രാഷ്ട്രീയമായ കാഴ്ചപ്പാട് തന്നെയാണെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം ഇതുവരെ നടന്ന പല സമരങ്ങളിലും ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു അരാഷ്ട്രീയവാദികളുടെ ഒരു കൂട്ടം എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാറുണ്ടായിരുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്ന് ലാത്തിച്ചാർജ് ഉണ്ടായി അതിന്റെ അകത്ത് ഇന്ത്യ അഗെയിൻസ്റ്റ് പ്രവർത്തകർ, യുവമോർച്ച അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ ആളൊക്കെ വന്ന് അടിയുണ്ടാക്കി, അതുകൊണ്ടാണ് നിയന്ത്രണ വിധേയമായെന്ന് പറയുന്നു. ഇന്നലെ യാതൊരു പ്രകോപനവും ഇല്ലാത്ത സമയത്താണ് വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തിച്ചാർജ്. എങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് വിദ്യാർത്ഥികൾ തടിച്ചു കൂടാൻ വന്നതെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ പരിശോധിക്കേണ്ട സബ്ജക്റ്റ് അതാണ്. ഇവിടെ ജനങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ സഹികെട്ടിരിക്കുന്നു. PC വിഷ്ണുനാഥ്, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ സ്വാഭാവികമായി തടിച്ചുകൂടുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ ഉണ്ടാകുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പറയുന്നു. ജനങ്ങൾക്ക് സഹികെട്ടിരിക്കുന്നു, ഇതല്ലാതെ മാർഗമില്ല എന്ന നിലയ്ക്ക് മറ്റു ചില രാജ്യങ്ങളിൽ ഉണ്ടായതുപോലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ജനക്കൂട്ടത്തെയാണ് ദില്ലിയിൽ കണ്ടത് എന്നാണ് ഒരു വിഭാഗം മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ പരാജയമായി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് മറ്റെന്തോ ആണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ഒരു വിഭാഗം. മധ്യവർഗത്തിന്റെ സമരം ആണ് ഡൽഹിയിൽ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മധ്യവർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി തന്നെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ബലാത്സംഗമാദ്യമായാലും ഉണ്ടാകുന്നത് എന്നുള്ളതും വസ്തുതയാണ്. മധ്യവർഗത്തിന്റെ ഇത്തരം സമരങ്ങളുടെ സ്വഭാവം അരാഷ്ട്രീയമാണെന്ന് കാണുന്നവരുണ്ട്. ഇത് ഉപരിപ്ലവമായ ഒരു സമരമായി മാത്രം, പരിമിതമായ ഒരു മുന്നേറ്റമായി മാത്രം കാണുന്നവരുണ്ട്. രാഷ്ട്രീയമായി ഇതിന് അർത്ഥമില്ല എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയല്ല ഇതിനെ നോക്കിക്കാണേണ്ടത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് നിരവധി എക്സാമ്പിൾ കാണിക്കുന്നത്. കാര്യം അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ രീതിയിലുള്ള സമരങ്ങൾ നടന്നിരിക്കുന്നത് നിരവധി 2G സ്കാം, കോമൺവെൽത്ത് ഗെയിംസ്, ഇതൊക്കെ 1,78,000, 2,000, 20,000 കോടി രൂപയുടെ അഴിമതികൾ കഥകൾ പുറത്തു വന്ന സമയത്താണ് അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷന്റെ സമരം നടക്കുന്നതും അരവിന്ദ് കെജ്രിവാൾ, കിരൺ ബേദി, പ്രശാന്ത് ഭൂഷൺ പോലുള്ള ആളുകൾ അതിന് ബദലായിട്ട് ജൻലോക്പാൽ നിന്നൊരു ബില്ല് അവതരിപ്പിക്കും. വളരെ വ്യക്തമായ ഒരു സൊല്യൂഷൻസ്. അത് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നല്ല, നമ്മുടെ ഇന്നത്തെ പാർലമെന്റ് തന്നെ അത് പാസ്സാക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തും റഫറൻഡം കണ്ടക്ട് ചെയ്ത് ജനങ്ങൾക്ക് ഇതാണ് വേണ്ടത്. ഇവിടെ നിയമസഭയിലാണെങ്കിൽ വിഷ്ണുനാഥിനെ പോലത്തെ നേതാക്കന്മാരെ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുമ്പോൾ വിഷ്ണുനാഥിന്റെ മണ്ഡലത്തിലെ ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാകും, ഞങ്ങളുടെ കാര്യങ്ങളായിരിക്കണം നിയമസഭയിൽ വിഷ്ണുനാഥിനെ പോലുള്ള ആളുകൾ അവതരിപ്പിക്കുന്നതിന്. അതുപോലെ ഇവിടെ നമ്മുടെ KV തോമസിനെയാണ് ഈ കൊച്ചി തെരഞ്ഞെടുത്ത് വിട്ടതെങ്കിൽ കൊച്ചിക്കാർക്ക് എന്താണ് വേണ്ടത്, അതാണ് അവിടെ പാർലമെന്റിൽ പാസ്സാക്കേണ്ടിയിരിക്കുന്നത്. അല്ലെ അവരുടെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങൾ അവരെ കമ്മിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. അപ്പോൾ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ, പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായി, ഞാൻ വളരെ അപ്സെറ്റാണ് ഈ കാര്യത്തിലെന്ന്. അങ്ങനെയാണെങ്കിൽ 150ഓളം MP ക്രിമിനൽ കേസുകളുണ്ട്. അവിടെ മുതൽ നമുക്ക് ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യാം. എങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ സ്ഥാനാർത്ഥികളാവുന്നു, പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും വരുന്നു, എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ്. സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് ചാനലിൽ വീണ്ടും ഇടവേള.